നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെയൊക്കെ പിടിപ്പുകേട് കാരണം എല്ലാം നശിക്കാൻ പോവാ. നശിച്ച് നാറാണക്കല്ലെടുക്കാൻ പോവാ. ഇത്രയൊക്കെ കണക്കൂട്ടി നീങ്ങിയിട്ടും എങ്ങനെയാ നിധിയേട്ടാ നമ്മുടെ ശ്രമങ്ങളെല്ലാം പാളിപ്പോയത്? മതി, നിർത്ത്. നടക്കാതെ പോയതിനെ കുറിച്ചല്ല, ഇനി എന്ത് നടത്തിയെടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കും. നടക്കാൻ പോകുന്നത് ഒന്നേ ഉള്ളൂ. ഗിരി ഇവിടെ തിരിച്ചെത്തിയ ആ നിമിഷം അറിഞ്ഞ സത്യങ്ങളെല്ലാം സുമിത അവനോട് പറയും. ഇത്രയും കാലം നമ്മൾ അകറ്റി നിർത്തിയ മഹാലക്ഷ്മിയെ ഈ വീട്ടിലേക്ക് കെട്ടി എഴുന്നള്ളിക്കും. സുമിതയ്ക്ക് വേണ്ടി അവരും കൂടി സംസാരിക്കുന്നതോടെ ഇത്രയും കാലം നമ്മൾ പറഞ്ഞതൊക്കെ നുണയാണെന്നല്ലേ വരൂ. ഗിരിയുടെ മനസ്സിലേ പിന്നെ നമ്മൾ ഈ കഥയിലെ വില്ലന്മാരായിട്ട് മാറും. സുമിത ഗിരിയോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. അത്ര പെട്ടെന്നൊന്നും ഗിരിയേട്ടൻ നമ്മൾ അവിശ്വസിക്കില്ല. സുമിത പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ മഹാലക്ഷ്മി അമ്മയുടെ ഏറ്റുപറച്ചിലും കൂടി വേണ്ടിവരും. അതില്ലാത്തിടത്തോളം പറയുന്നതൊന്നും തെളിയിക്കാനാവാതെ സുമിത പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ. അപ്പോഴും ഗിരിയുടെ മനസ്സിൽ ഒരു കരട് വീഴാൻ അത് മതിയല്ലോ നിതീഷേ. ആയിക്കോട്ടെ, പക്ഷേ കെട്ടും കിടക്കെടുത്ത് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ അമ്മ ഇത്? പക്ഷേ ഇങ്ങനൊരു ഘട്ടത്തില് ഇനി മഹാലക്ഷ്മി അമ്മ നമ്മുടെ ഭീഷണിക്ക് വഴങ്ങി സത്യം പറയാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, അവരാ സുമിതയുടെ കൂടെ കൂടി എല്ലാം തുറന്നു പറഞ്ഞേക്കാം. അതിനുള്ള ധൈര്യമൊക്കെ ഇപ്പൊ അവർക്കുണ്ടാവും. പിന്നെ എന്ത് കാര്യം നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? ആ തെളിവ് നൽകാൻ മഹാലക്ഷ്മി അമ്മയെ അവർക്കൊരിക്കലും കിട്ടാതിരുന്ന പോരെ. അതെ, ഇനി അതേ ചെയ്യാനുള്ളൂ. അവരിനി പുറം ലോകം കാണണ്ട. നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം ആ ജീവനാന്തം. മഹാലക്ഷ്മി അമ്മേ, 2 ഇഡ്ഡലി പ്ലേറ്റിലേക്ക് ഇടണം. ഇതിൽ സാമ്പാർ കൂടെ ഒഴിക്കും മഹാലക്ഷ്മി അമ്മേ. അമ്മേ. എന്താ മോനെ? അല്ല, ഒന്നുമില്ലമ്മേ, സോറി. ആ ശരി മോനെ. അയ്യോ, നീ ഒരു പക്ഷെ ഭക്ഷണത്തിന് വന്നാണോ? അത് ചോദിച്ചുല്ലോ. ഏയ്, ആള് മാറിപ്പോയതായിരിക്കും മഹാലക്ഷ്മി അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രണ്ടും കയറിക്ക വണ്ടിയില്. രഞ്ജിനി ചേച്ചി. രഞ്ജിനി ചേച്ചിയോ? കയറി വണ്ടിയില്. യൂണിഫോമിലുള്ള പോലീസുകാരനെ കൈവയ്ക്കുന്നത് നിസ്സാര കുറ്റം കരുതിയിരിക്കുന്നേ. വിജിലേ, കടയൊന്ന് നോക്കിക്കോണേ. വാ.
ചൂടൊന്നും ഇല്ലല്ലോ. ഉള്ളി ഫലിച്ചില്ലേ? എങ്ങനെ ഫലിക്കാനാ? ഉള്ളിയിൽ പോലും മായമല്ലേ? സുസ്മിതേ, അയ്യോ, പാമാന്റെ ആണെന്ന് തോന്നുന്നു. അഭിനയം തുടങ്ങിയേക്കാം. എന്തൊരു കിടപ്പ ഇത്. മോളെ, മോളെ, നിനക്ക് പനിയാണെന്ന് പൊന്നു പറഞ്ഞല്ലോ. ദേഹം മൊത്തം കുളിര ആന്റി. നല്ല നല്ല ശരീര നൊമ്പരമുണ്ട്. അയ്യോ, രാവിലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ രാത്രി മുതലേ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു ആന്റി. ഞാൻ എഴുന്നേറ്റ് നടന്നേ ഉള്ളൂ. പുറമെ ചൂടൊന്നുമില്ല. ഉള്ളിലെ ആന്റി പനി. ആ പനിക്കാ ക്ഷീണം കൂടുതല്. മോൾക്ക് തലവേദനയുണ്ടോ? തല വെട്ടിപ്പൊളിക്കുന്ന വേദന ആന്റി. തലയ്ക്കകത്തൊരു മരം വളർന്ന് നിൽക്കുന്ന പോലെയാ. ശ്ശോ. ഞാൻ ഡോക്ടറെ വിളിക്കാം. വേണ്ട ആന്റി, ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. ഒന്ന് റെസ്റ്റ് എടുത്താൽ കുറഞ്ഞോളൂ. ഒന്ന് കണ്ണടച്ച് കിടന്നാ മതി. ഓഹ്, തലയ്ക്കകത്ത് കടന്നൽ ഇരുമ്പുന്ന പോലെയാ. ആന്റി, എന്നെ കാണാൻ ആരെങ്കിലും വന്നാ ഒന്ന് പറഞ്ഞു വിട്ടേക്കണേ. അതിനെന്താ മോളെ, മോൾ ഇന്ന് ആരെയും കാണണ്ട. ഒരു ദിവസത്തേക്ക് ഫോൺ അങ്ങ് മാറ്റി വെച്ചേക്ക്. ആന്റി, എന്താ മോളെ? ഒരു സഹായം ചെയ്തു തരുമോ? ആന്റി അടുത്തിരിക്കുമ്പോ ഒരാശ്വാസമുണ്ട്. അതിനെന്താ മോളെ, ആന്റി എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാലോ. ഉറങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുസ്മിതയെ വിളിക്കൂ. സോറി മാഡം, അവള് പനിയായിട്ട് കിടക്കുക. അല്ല, എന്റെ മകളുടെ റൂമിൽ തീ പിടിച്ച കേസാണെങ്കിൽ അത് സംബന്ധിച്ച് എനിക്ക് ഒരു പരാതിയുമില്ല. അത് യാദൃശ്ചികമായി സംഭവിച്ചതാ. മാഡത്തിന് ആ ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ പോകാം. ഓ, അങ്ങനെയാണല്ലേ. സത്യമേ, നിങ്ങളുടെ കോഴിക്കൂട്ടിലെ കോഴി വിഷം തിന്ന് ചത്തതും അയലത്തുകാരനെ പട്ടി കടിച്ചതൊന്നും അന്വേഷിക്കാനല്ല അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനി വന്നിരിക്കുന്നത്. ടു കളക്ട് എവിഡൻസ് ഫോർ എ സസ്പെക്ടഡ് ക്രൈം. ഗുരുതരമായ ഒരു കുറ്റകൃത്യം സംഭവിച്ചിട്ട് പ്രതിയെ ചോദ്യം ചെയ്യാൻ വന്നതാണെന്ന് മനസ്സിലായോ? രോഹിത് മിസ്സിംഗ് കേസിലെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രീരഞ്ജിനി IPS. അവളുടെ പനിയൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. അവളെ വിളിച്ചോണ്ടോ. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് തൂക്കിയെടുത്തോണ്ട് വരുമെന്ന് പറഞ്ഞേക്ക്. സത്യാമ്മയ്ക്ക് അതത്ര സുഖകരമായ കാഴ്ചയായിരിക്കില്ല. ചെല്. എത്ര നേരം വെച്ചാ ഇങ്ങനെ ഇരിക്കുന്ന? ബോറടിച്ചിട്ട് വയ്യ.
സുസ്മിതേ, സുസ്മിതേ, തേ വരുന്നു നാശം. ഉഫ്. സുസ്മിതേ, വേലക്കാരി ഇവളാരാ എന്നെ വന്ന് വിളിക്കാനായിട്ട്? എടി ഓടി. എടി എണീക്കാൻ. എന്താടി? നിന്നെ കൊണ്ടുപോകാൻ പോലീസ് വന്നിരിക്കുന്നു. പോലീസോ? ആ, പോവാൻ പറ. എനിക്ക് പനിയെന്ന് പറഞ്ഞില്ലേ? ദേ, നീ അങ്ങോട്ട് ഇറങ്ങി ചെന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് കേറി വരുമെന്നാ പറഞ്ഞിരിക്കുന്നേ. ഭാമാന്റിയുടെ മുന്നിലിട്ട് നിന്നെ ചവിട്ടി കൂട്ടുമെന്നും ഉരുട്ടി നിന്റെ എല്ലും മൊത്തം ഒടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ശല്യായല്ലോ. എന്താ നിന്റെ തീരുമാനം? എനിക്ക് താഴെ പോയി പറയാനുള്ളതാ. നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. പറ്റില്ല, നിന്നെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. എണീക്കടി അവിടുന്ന്, എണീക്ക്. നടക്കടി, നടക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സോറി അച്ചു, പ്ലീസ് കരയല്ലേ. ഞാനെന്തോ ടെൻഷനില് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. പ്ലീസ്. ദേ, താൻ ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞ ആരെങ്കിലും കാണും. ഞാൻ എന്തിനാ തന്നോട് ഇങ്ങനെ ചൂടായെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ഞാനിവിടെ എല്ലാവരുടെയും കൂടെയാണ്. താൻ വരുന്നവരെ കഴിഞ്ഞെങ്കിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് വേണ്ടി കാത്തിരിക്കാനോ എന്റെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഞാനല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. അപ്പോ എനിക്ക് എപ്പോ വന്നാലും പോയാലും ഒന്നും ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ താൻ ഈ വീട്ടിൽ വന്നത് മുതൽ അങ്ങനെയല്ല. ഞാനറിയാതെ എന്റെ മനസ്സിൽ ചില ശീലങ്ങൾ വന്നുപോയി. ചില ചിട്ടകൾ വന്നുപോയി. മുൻപ് കമ്പനി കഴിഞ്ഞാൽ സമയം പോവാൻ നേരെ കൂട്ടുകാരോടൊപ്പം ഹോട്ടലുകളിലും പാർക്കുകളിലും മാളിലൊക്കെ പോയിരുന്ന ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് നേരെ വീട്ടിലെത്താനാ. ഏതോ ഒരു ശക്തി എന്നെ ഇങ്ങോട്ട് ആകർഷിക്കും. അതും ഞാൻ അറിയാതെ വന്നതാ. ഒരു കണ്ടീഷനിങ്. അതെന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. വന്നു കയറുമ്പോ വാതിക്കൽ തന്നെ കണ്ടില്ലെങ്കിൽ സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളെ പോലെ മനസ്സിരുണ്ടു പോകും. തന്നെ ഇന്ന് വാതിക്കൽ കാണാത്തതുകൊണ്ടുള്ള മനസ്സിന്റെ പ്രതിഷേധമായിരിക്കും ഈ ബഹളം. സോറി. ചിലർ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യും, കണ്ടീഷൻ ചെയ്യും, ഫോർമാറ്റ് ചെയ്യും. ഞാനും അത്ര ഒരു പരിവർത്തനത്തിലായതുപോലെ തോന്നുന്നു. അത് എത്ര കാലമെന്ന് എനിക്കറിയില്ല. നാളെ നമ്മൾ വഴിപിരിയുമ്പോൾ പിന്നെ എന്താണ് എന്റെ ജീവിതം എന്ന് എനിക്കറിയില്ല.
പോവില്ല സച്ചേട്ടാ, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വിവാഹം നടക്കണമെങ്കിൽ എനിക്ക് 2 ഡിമാൻഡുകളുണ്ട്. ഡിമാൻഡോ? എന്ത് ഡിമാൻഡ്? പറയാം. ഗൗരി മരിച്ച കേസിൽ ഞാനിപ്പോ അക്യൂസ്ഡ് ആണല്ലോ. ആ കേസിൽ കോടതി എന്നെ ശിക്ഷിക്കാതെ വെറുതെ വിടണം. ആ കേസിന് പിന്നിലെ സത്യം എന്താണെന്ന് തെളിയണം. അതാണ് എന്റെ ഫസ്റ്റ് ഡിമാൻഡ്. ഇനി 2ാമത്തെ ഡിമാൻഡ് പറയാം. എന്റെ മാളു നിന്നെ അമ്മയായിട്ട് അംഗീകരിക്കണം. എന്റെ മോള് പറയണം, നിന്നെ അവളുടെ അമ്മയായി ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് ഇഷ്ടമാണെന്ന്. ഈ 2 കാര്യങ്ങൾ എന്ന് നടക്കുന്നു അന്ന് മാത്രമേ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കൂ. ഈ 2 കാര്യങ്ങൾ നടക്കുന്നത് വരെ നീ കാത്തിരിക്കേണ്ടി വരും. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഗംഗേ, മോളെ ഗംഗേ, ഗംഗേ, ഇവളിതെവിടെ പോയി? രാത്രി പുറത്തിറങ്ങാൻ പേടിയുള്ള കുട്ടിയാണല്ലോ. രാത്രി പുറത്തിറങ്ങാനേ എനിക്കിപ്പോ പേടിയൊന്നുമില്ല. ഗംഗേ, എന്നെ കാണാതെ മുത്തശ്ശി കുറച്ചിരുന്ന് പേടിക്കട്ടെ. മോളെ, നീ എവിടെയും പോയില്ലെന്ന് മുത്തശ്ശിക്ക് അറിയാം. അതുകൊണ്ട് ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വാ. ഇല്ല, വരുന്നില്ല. മഹിയുടെ കാര്യത്തിൽ സത്യം ചെയ്യിക്കുമെന്ന് പേടിച്ചിട്ടാണോ നീ ഒളിച്ചിരിക്കുന്നത്? ആ അതെ, അത് തന്നെ കാര്യം. മോളെ, നീ എനിക്ക് സത്യം ചെയ്ത് തരണ്ട. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. അങ്ങനെ വഴിക്ക് വാ. മോളെ ഗംഗേ, നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കില്ല. മോളെ ഗംഗേ, മുത്തശ്ശിയെ വിഷമിപ്പിക്കാതെ പുറത്തേക്ക് വാ. മോളെ ഗംഗേ. മുത്തശ്ശി, നീ എന്നെ പേടിപ്പിച്ചതാണോ? മുത്തശ്ശി എന്താ കരുതിയത് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിന്നോ? പേടിത്തൊണ്ടി, നീയാണോ രാത്രി പുറത്തിറങ്ങുന്നത്? എന്റെ കൂട്ടില്ലാതെ നീ രാത്രി പുറത്തിറങ്ങില്ലല്ലോ. ആ നിക്ക് നിക്ക് നിക്ക്, എന്നെ അങ്ങനെ വില കുറച്ചൊന്നും കാണണ്ട. എനിക്കിപ്പോഴേ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്. ഓ, നിന്റെ ധൈര്യത്തിന്റെ കാര്യമൊന്നും എന്നോട് പറയില്ലേ. ഒരു പാറ്റയെ കണ്ടാൽ നിലവിളിക്കുന്നവളാ നീ. മുത്തശ്ശിക്ക് എന്റെ അത്ര പോലും ധൈര്യം ഇല്ലെന്ന് തോന്നുന്നല്ലോ. കുറച്ചു നേരം എന്നെ കാണാതിരുന്നപ്പോ ദേഹമൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നല്ലോ. നീ എവിടെയും പോയില്ലെന്നറിയാം. എന്നാലും പെട്ടെന്ന് നിന്നെ കാണാതായപ്പോ ഉള്ളിലൊരു ആദി തോന്നി. എന്റെ ചക്കര കുട്ടി, എന്നെ കുറിച്ച് എന്തിനാ ഇത്രയും ആദി? ആർക്കും എന്നെ പിടിച്ചോണ്ട് പോകാനൊന്നും ആവില്ല. സാക്ഷാൽ ശ്രീ മഹേശ്വരനാ എന്റെ കൂടെ ഉള്ളത്. ഇനി സമാധാനത്തോടെ പോയി ജാനകിക്കുട്ടി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. നോക്കി നിൽക്കതെ വാ ഇങ്ങോട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചിക്ക് എന്തോ നിങ്ങളിലുള്ള വിശ്വാസം കുറഞ്ഞു പോയതുപോലെ സംസാരത്തിന്ന് എനിക്ക് തോന്നിയത്. ചേച്ചി ഒഴിഞ്ഞു പോവാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. എന്നാ ചേച്ചിയെ നിങ്ങൾ പരിഗണിക്കുന്നില്ലെന്നുള്ള പരിഭവം ആ വാക്കുകളിലുള്ളത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാ സ്വാതി കടന്നു പോകുന്നത്. അവളെ ഒരിക്കലും കുറ്റം പറയാനാവില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നീ എന്നെ അറിയിക്കണം. അതിനനുസരിച്ച് ഞാൻ അവളെ സമീപിച്ചോളാം. ഇതൊക്കെ തന്നെ ഇവിടെ പതിവായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.
അനുഭവിക്കുന്ന വേദനയൊക്കെ എനിക്കറിയാം. വേദനിച്ചിട്ട് എന്ത് കാര്യം ഇളമേ ഉള്ളത്? ജീവിതമാവുമ്പോ ആഗ്രഹിച്ചതെല്ലാം കിട്ടിയെന്ന് വരില്ല. കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുക. നിങ്ങളുടെയൊക്കെ സ്നേഹം തന്നെ വലുതല്ലേ? അതൊക്കെ എന്നും ഉണ്ടാവും മോളെ. നമുക്കൊരു ആപത്ത് വരുമ്പോഴല്ലേ ജീവൻ തരാനും തയ്യാറാണെന്ന് പറഞ്ഞു കൂടെ നടക്കുന്നവരുടെ ശരിക്കുള്ള മുഖം മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ വെറുപ്പോടെ അകറ്റി നിർത്തുന്നവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് ആപത്ത് കാലത്ത് അറിയാൻ പറ്റും. ഇളമ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? ആരെയും ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടില്ല. ഇളയമ്മയോട് ഞാൻ ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെട്ടതുകൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അയ്യോ, ഒരിക്കലും അല്ല. നിന്നോട് ഈ സമയത്ത് ഇതെങ്ങനെ പറയണമെന്നും എനിക്കറിയില്ല. നീ അത് ഏത് സെൻസിലെടുക്കുന്നുള്ള പേടിയും എനിക്കുണ്ട്. ഇളയമ്മ പറ. അമ്മുനും സഞ്ജുനും തമ്മിൽ സംസാരിക്കാൻ ഇത്രയ്ക്ക് എന്താ ഉള്ളത്? ഞാനിത് ഈ വീടിന്റെ പല ഭാഗത്ത് വെച്ചും പല തവണയും കണ്ടു. അവന്റെ മുന്നിൽ പോലും പോവാത്തൊരു പെണ്ണായിരുന്നു അമ്മു. ഇപ്പൊ അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സദാ നേരവും അവൾ അവന്റെ നിഴല് പോലെയാ. കിച്ചണിലൊന്നും അവളിപ്പോ കേറാറിയില്ലെന്നാ കാവേരി പറയുന്നത്. ഇളയമ്മ എന്താ കണ്ടത്? അല്ല, മാറി നിന്നുള്ള സംസാരമൊക്കെ തന്നെ. അമ്മുനും സഞ്ജുവിനോട് സംസാരിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു വിഷയവും കാണുന്നില്ല. നിന്നെ പറ്റിയാണെങ്കിൽ അവളെക്കാൾ കൂടുതൽ നന്നായി അവനറിയാലോ. മോളെ, ഇതൊരു ഏഷണി പറച്ചിലായി ചിലപ്പോ നിനക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എനിക്കതിന്റെ കാര്യമൊന്നുമില്ല ശ്രീകുട്ടി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയച്ചോട് പറയാത്തത് പേടിച്ചിട്ടാ. അമ്മയോട് ഇളയമ്മ ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ അവസ്ഥയെപ്പറ്റി അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും. അതിൽ കൂടുതലൊന്നുമില്ല. അല്ല, ഒരു ദിവസം നിന്റെ അവസ്ഥയെപ്പറ്റി എത്ര തവണ സംസാരിക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജുവിന് ഞാൻ അറിയാത്ത മറ്റൊരു മുഖം കൂടിയുണ്ടോ? സഞ്ജു നോ പറഞ്ഞിട്ടും സഞ്ജുന് എന്തുകൊണ്ടാ സഞ്ജുനെ വിടാതെ പിന്തുടരുന്നത്? ഒരു പെണ്ണ് ഒരു പുരുഷന്റെ പിന്നാലെ നിഴൽ പോലെ നടക്കണമെങ്കിൽ അവൾക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും അയാളിൽ നിന്നുണ്ടാവില്ലേ? ഞാൻ മണ്ടിയായി പോവാണോ? സഞ്ജുവിന്റെ മനസ്സറിയാൻ മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കണമെന്ന് സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ സഞ്ജു അതിന് തയ്യാറായി. സഞ്ജു പറഞ്ഞ വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എഴുന്നേറ്റ് പോവല്ലേ അപ്പൊ ചെയ്യേണ്ടിയിരുന്നത്? എന്നിട്ട് പ്രണയത്തെ വാഴ്ത്തി പറയുകയും ചെയ്യുന്നു. ചേച്ചി, കുറച്ചു നേരമായില്ലേ കട്ടിലിൽ ചാരിയിരിക്കാൻ തുടങ്ങിയിട്ട്? ഇനി ഭക്ഷണം കഴിച്ച് മെഡിസിൻ കഴിച്ചിട്ട് കിടന്നാ മതി. ഞാൻ എടുത്തു തരണോ അതോ ചേച്ചി കഴിക്കുന്നോ? എങ്കിൽ കൈ കഴുകാൻ വെള്ളം എടുക്കാം. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടെന്ന് പറയാൻ? വിശപ്പില്ല, അത് തന്നെ. വിശപ്പില്ലെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കരുത്. മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ. കുറച്ചെങ്കിലും കഴിക്കുക ചേച്ചി, ഞാൻ വാരിത്തരാം. എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്തിനു ശല്യം ചെയ്യുന്നേ? ചേച്ചിക്ക് എന്താ പറ്റിയത്? എനിക്ക് പറ്റിയത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എന്റെ രണ്ട് കാലുകളും തളർന്നു പോയി. ഇനി ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യത. മരിക്കയില്ല, കട്ടിലൊഴിയില്ലെന്ന് എല്ലാവർക്കും പറയാം. ചേച്ചി, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ചേച്ചി ആരും അങ്ങനെ ഒരു കാലത്തും കരുതില്ല. ഒരാൾ ഒഴിഞ്ഞു കൊടുക്കുമ്പോഴല്ലേ മറ്റൊരാൾക്ക് അവിടെ കയറി കൂടാൻ പറ്റൂ. എല്ലാം കാപട്യങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാ. ചേച്ചി, കുറച്ചു മുമ്പ് വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഒരാളെ എല്ലാ കാലത്തും വിഡ്ഢിയാക്കാൻ
ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. ആർക്കും ഞാനൊരു ഭാരമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ കാരണം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് സഞ്ജുവാ. അത് മനസ്സിലാക്കി സഞ്ജുവിൽ നിന്ന് അകന്നു പോവാൻ ഞാൻ തയ്യാറായപ്പോ സ്വാതിയില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് സഞ്ജു പറഞ്ഞു. പക്ഷേ ഞാനത് വിശ്വസിക്കില്ല. അത് സത്യമല്ലേ ചേച്ചി? ചേച്ചിയില്ലാതെ അദ്ദേഹത്തിനൊരു ജീവിതം ഉണ്ടാവില്ല. നിനക്കെങ്ങനെ സഞ്ജുവിന്റെ മനസ്സിലിരിപ്പ് പറയാനാവും? സഞ്ജുവിന്റെ തീരുമാനങ്ങൾ നിന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗായത്രി, നീ പണ്ട് പറയാറുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ദുഃഖങ്ങൾ പങ്കുവച്ചാൽ പാതിയാകും, സന്തോഷം പങ്കുവച്ചാൽ ഇരട്ടിയാവുമെന്ന്. പങ്കുവയ്ക്കാൻ എന്റെ മനസ്സിൽ സന്തോഷമില്ല. ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനാണെങ്കിൽ നീ എന്റെ അടുത്തുമില്ല. ഒരു കുന്നോളം സങ്കടങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക്. ഇനി എനിക്ക് വയ്യ ഗായത്രി. ഞാൻ പറയേണ്ടത് പറയുന്നില്ല എന്ന് രാധികയ്ക്ക് പരാതി. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഞാനും കാരണക്കാരനാണെന്ന് അവൾ എന്നെ കുറ്റപ്പെടുത്തി. ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്. കാറ്റിന് നീ ഉപയോഗിക്കാറുണ്ടായിരുന്ന പെർഫ്യൂമിന്റെ മണം നീ എന്റെ അടുത്തുണ്ടല്ലേ? എന്റെ മരുമകളായി വരാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി നീ സൂക്ഷിച്ചു വെച്ച സാരികളും ഓർണമെന്റ്സും ആരും തൊട്ടിട്ടില്ല. പാർവതി അതൊക്കെ ഇട്ട് നടക്കുന്നത് കാണാൻ നിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ രാധികയോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഗായത്രി അണിഞ്ഞൊരുങ്ങുന്നത് പോലെ എന്റെ മരുമകൾ നടക്കുന്നത് കാണാൻ എനിക്കും നല്ല ആഗ്രഹമുണ്ട്. വിശാലൊന്ന് വന്നോട്ടെ. ഈ വീട് നമ്മുടെ പഴയ വീട് പോലെ ആക്കും ഞാൻ. സമ്മതമല്ലേ നിനക്ക്? സമ്മതിക്കണം.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രതി കുറ്റം സമ്മതിക്കുന്നത് നിങ്ങളും കണ്ടതല്ലേ? അതിന്റെ കാരണമൊക്കെ സാറിന് അറിയാലോ. നിങ്ങളാണ് കൃത്യം ചെയ്തതെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോ എനിക്കത് മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പാർവതിക്ക് പകരം നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്താൽ അതിലേക്ക് എന്നെ നയിച്ച കാരണങ്ങൾ ഞാൻ FIR എഴുതണ്ടേ? അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്യണം. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഇതൊന്ന് റെക്കോർഡ് ചെയ്യേ. ആ ഫ്ലവേഴ്സിൽ സ്ലോ പോയിസൺ പോലെ പ്രവർത്തിക്കുന്ന കെമിക്കൽ സ്പ്രേ ചെയ്തത് താങ്കളാണെന്നാണോ മിസ്റ്റർ വിശാൽ പറയുന്നത്? അതെ സർ. വിശാൽ സർ, വേണ്ട. ഞാൻ പറയുന്നത് വിശാൽ സർ ഒന്ന് കേക്ക്. ആ കെമിക്കലിനെ കുറിച്ച് മിസ്റ്റർ വിശാലിന് എവിടുന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്? US എന്റെ കൂടെ പഠിച്ചിരുന്നൊരു ഫ്രണ്ടുണ്ട്, അവന്റെ കയ്യിൽ നിന്ന്. എവിടുന്നാണ് ആ കെമിക്കൽ വിശാൽ സംഘടിപ്പിച്ചത്? ആ ഫ്രണ്ട് എനിക്ക് കൊറിയർ ചെയ്ത് തരികയായിരുന്നു. ആ കെമിക്കലിന്റെ കളർ ഏതായിരുന്നു? ബ്ലൂ, നീല നിറത്തിലുള്ള ഒരു ലിക്വിഡ് ആയിരുന്നു. ആദ്യം നീ കുറ്റം നിഷേധിച്ചു. ഇപ്പൊ പറയുന്നു നീയാണ് ആ പൂക്കളിൽ വിഷം തളിച്ചതെന്ന്. ഈ മൊഴിയിലെങ്കിലും നീ ഉറച്ചു നിൽക്കുവോ? ചോദിച്ചത് കേട്ടില്ലേ? ഈ മൊഴിയിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഈ പാർവതി വേണ്ട. ആ കെമിക്കലിനെ കുറിച്ച് നീ എവിടുന്ന് അറിഞ്ഞത്? അത് വിശാൽ സാറിന്റെ ഒരു കൂട്ടുകാരൻ അമേരിക്കയിൽ നിന്ന് എന്നും വിശാൽ സാറിനെ വിളിക്കാറുണ്ടായിരുന്നു, എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അയാളാ പറഞ്ഞത്. വിശാൽ സാർ, എന്നോട് ക്ഷമിക്കണം. വിശാൽ സാറിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ കള്ളം പറയുന്നത്. ഓക്കെ, ആ കെമിക്കൽ എവിടുന്നാ നിനക്ക് കിട്ടിയത്? ഞാൻ പറഞ്ഞിട്ട് ആ കൂട്ടുകാരൻ അവിടുന്ന് അയച്ചു തന്നതാ. ആ കെമിക്കലിന്റെ നിറം എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സർ, നീല നിറമായിരുന്നു. നീല നിറത്തിലുള്ള ഒരുതരം വെള്ളം. ഓക്കെ സർ. ഹലോ അരവിന്ദൻ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവൻ കുഴപ്പമുണ്ടാക്കുന്നതിന് മുൻപ് ഈ കുറ്റം ഇവന്റെ തലയിൽ തന്നെ തിരിച്ചു വെച്ചു കൊടുക്കാം. അമ്പട കള്ള, നീ പൈസ മോഷ്ടിക്കോളെ. ഇങ്ങോട്ട് വാടാ. വാടാ, വാ. നിങ്ങളുടെ അരിമമോൻ ചെയ്തത് കണ്ടോ? സ്വന്തം അച്ഛന്റെ കീശയെന്ന് കാശടിച്ചു മാറ്റുന്നു. അയ്യോ, ഞാനല്ല. പിന്നെ ഞാനായിരിക്കും. മുറി അടിച്ചു വരാൻ ചെന്നപ്പോ ₹1 അങ്ങനെ നിൽക്കുന്നു. നോക്കുമ്പോ ഇവൻ അച്ഛന്റെ ഷർട്ടിന്റെ കീശയില് കൈയിട്ട് കാശെടുക്കുന്നു. ഏട്ടത്തിയല്ലേ കാശെടുത്തത്? ഞാനത് കണ്ടതാ. പ്രതീക്ഷിച്ച പോലെ തന്നെ. കുറ്റം എന്റെ തലയ്ക്ക് കൊണ്ടിട്ടു. ഹാർട്ടിന് കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് കൊഞ്ചിച്ച് ലാളിച്ച് അവസാനം ഇവൻ പേര് കേട്ട ഒരു കള്ളനാവും.
ജയന്തി, അപ്പുവിനെ കുറിച്ച് എല്ലാവർക്കും നല്ലോണം അറിയാം. അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അടിപൊളി. അപ്പൊ ഞാൻ വിട്ടു. മക്കളെ ന്യായീകരിച്ച് നടക്കുന്ന അച്ഛനമ്മമാരാ മക്കളെ കള്ളന്മാരും കൊള്ളക്കാരും ആക്കുന്നതിലെ പ്രധാന ഉത്തരവാദികൾ. മക്കളുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റവും അവസാനം അറിയുന്നത് അച്ഛനും അമ്മയോ. ദേ എഴുതി വെച്ചോ, ഇവനെ നല്ല മുഴുത്ത കള്ളനാവും. ജയന്തി, നിന്റെ നാടകമൊക്കെ മനസ്സിലായി. എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ച് വല്ലതും സംസാരിച്ചാലുണ്ടല്ലോ. അയ്യോ ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. കൊന്നവനല്ല കണ്ടവനാ കുറ്റമെന്ന് പറയും. നേരാ, ഇനി ഞാനൊന്നും പറയുന്നില്ല. അജു അച്ഛാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഏട്ടത്തിയാ കാശെടുത്തത്. മോനെ അപ്പോ അച്ഛനല്ല അറിയാം. മോൻ വിഷമിക്കണ്ട കേട്ടോ. വാസുട്ട, എനിക്കൊന്ന് ഇരിക്കണം. എന്താ ദേവി? അയ്യോ അമ്മേ, എന്തു പറ്റമ്മേ? ഒന്നുമില്ല മോനെ. എന്താ ഇരിക്കണത്? ക്ഷീണം പോലെ. ഇരുന്നോ. അമ്മേ, കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണോ? വേണ്ട, ഒന്നും വേണ്ട. വാസുട്ട, എന്താ ദേവി? അമ്പലത്തിൽ പാടുന്ന പാട്ടിൽ ഏതെങ്കിലും ഒന്ന് പാടാവോ? അല്ലെങ്കിൽ ഏതെങ്കിലും കീർത്തനം വെച്ചു തരാവോ? അമ്മേ, ഞാൻ വെച്ചു തരാം. പറയുന്നേ ഒരു കൃഷ്ണ തുളസി പാടിയ പാട്ടുണ്ട്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അത് വെക്കാം. ഇതാര് പാടിയതാ? കൃഷ്ണ തുളസി പുതിയ പാട്ടുകാരിയെന്നാ തോന്നുന്നേ. വാസുട്ട, നമ്മുടെ മോളുടെ അതേ ശബ്ദം പോലെ തോന്നുന്നില്ലേ? അത് നേരെ അസല് ശ്യാമിച്ച് പാടും പോലെ. ഇനി വിസ്മയ കൃഷ്ണ തുളസി എന്നുള്ള പേര് പാടുന്നതാണോ? അല്ലമ്മ, ഇത് പുതിയ ആളാ, കൃഷ്ണ തുളസി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്നാ റെക്കോർഡ് ചെയ്തത്? അത് ശരി, ഞാൻ അറിയാതെ ശ്യാമയെ വരുത്തിയല്ലേ. പുതിയ പ്രോഗ്രാം എന്തെങ്കിലും നിനക്ക് കിട്ടിയായിരുന്നോ? നീ വിളിച്ചപ്പോ ശ്യാമ വന്നോ? മോളെ, ഒരു കാര്യം, എന്നെ അറിയിക്കാതെ വേണ്ട. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ ഒക്കെ കഴിയും. അതെ, ശ്യാമയുടെ ശബ്ദത്തിന് കുറച്ചും കൂടി ഒരു മിഴിവ് വന്നിട്ടുണ്ട്. മെച്ചപ്പെട്ടു. അത് നന്നായി. നിന്റെ പ്രശസ്തി കൂടുതൽ വലുതാകും. എന്തായാലും നിന്റെ പുതിയ പാട്ട് തകർത്തു. എന്റെ പുതിയ പാട്ടോ? ഇതേ ഞാൻ പാടിയ പാട്ടല്ല. നീ എന്താ പറഞ്ഞേ? ഇത് ഞാൻ പാടിയ പാട്ടല്ലെന്ന്. പിന്നെ ശ്യാമയാണോ? ഒരു കൃഷ്ണ തുളസി. കൃഷ്ണ തുളസിയോ? ആ അതെ, കൃഷ്ണ തുളസി. ഈ പാട്ട് പാടിയിരിക്കുന്നത് കൃഷ്ണ തുളസി എന്ന് പറയുന്ന ഒരു പെണ്ണ. ഞാൻ പാടിയ പുതിയ പാട്ടില്ലെന്ന് ചോദിച്ച് എന്റെ ഇതൊരു ഫാനാ എനിക്കിത് അയച്ചു തന്നത്. കൃഷ്ണ തുളസി എന്ന് പേര് മാറ്റിയോന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല മമ്മി. പിന്നീടാ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. പാടിയ പെണ്ണിന്റെ വിഷ്വലൊന്നുമില്ലേ? ആ അതെ, കായലും കടലും പ്രകൃതിയും ഒക്കെയാണ്. ആ മമ്മി, നമുക്കിനി ഭീഷണിയാവാൻ പോകുന്നതേ ശ്യാമയല്ല, ഈ കൃഷ്ണ തുളസിയാ. ഹലോ ഹലോ, വിസ്മയല്ലേ? ആ അതെ. വിസ്മയ, ഞാൻ വിസ്മയുടെ ഒരു ഫാനാ. വിസ്മയ പേര് മാറ്റിയോ? കൃഷ്ണ തുളസി എന്ന പേരിൽ പാടിയോ? സൂപ്പർ പാട്ടാ, ഒരുപാട് തവണ കേട്ടു. ഹലോ ഹലോ
ഹലോ ക്ലിയർ ആവുന്നില്ല. കൃഷ്ണ തുളസിയുടെ പാട്ടിനെ പുകഴ്ത്താൻ വിളിച്ചതാ. ഞാനാണോ കൃഷ്ണ തുളസിന്ന്? ഹേ കൃഷ്ണ തുളസി ഒരു ഭീഷണിയാണല്ലോ. ആദി ആദി അച്ഛൻ. അമൃത, ഐശ്വര്യ, ശ്യാമ 3 പേരുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കോളേജിലെ 2 പ്രൊഫസർമാരാണ് ഇത് വാല്യൂ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും പെർഫോമൻസ് ഡീറ്റെയിൽസ് അവർ തയ്യാറാക്കി ഒപ്പിട്ടേപ്പിച്ചിരിക്കുകയാണ് ഈ കവറിൽ. സീൽ ചെയ്ത കവറാണ്. സംശയമുള്ളവർക്ക് നോക്കാം. സംശയമൊന്നുമില്ല, എങ്കിലും ഒന്ന് നോക്കട്ടെ. എന്താ ഐശ്വര്യ ഇങ്ങനെ വിശ്വാസമില്ലാത്ത പോലെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മാവന്റെ ആദികേശവ സ്വാമി ഇപ്പൊ പാതാളത്തില്. ഇടയ്ക്ക് എനിക്കൊരു സന്ദേശം അയച്ചിരുന്നു. അമ്മാവനെ ഈ ജലത്തിനടിയിലൂടെ അങ്ങ് പാതാള രാജ്യത്തേക്ക് എത്തിക്കണമെന്നും പറഞ്ഞു. അതിന് ഞാൻ കൊണ്ടുവന്നവരാ ഈ നിൽക്കുന്നവര്. എന്തൊക്കെയാ മോനെ നീ പറയുന്നേ? മോനോ? ആരുടെ മോൻ? തൃപ്പങ്ങോട്ട് വാസുദേവന്റെ അല്ല, കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ മോൻ. ഓർമ്മ കാണും നിങ്ങൾ ചതിച്ചു കൊന്ന വിശ്വംഭരൻ ആരാണെന്ന്. ഞാൻ ചതിക്കാനോ? അതും സഹോദരനെ പോലെ ഞാൻ കണ്ടിരുന്ന. മതി നാടകം. ജയിക്കുന്നവന് കോടികളുടെ സമ്മാനവും സ്ഥാനവും കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോ താൻ എന്റെ അച്ഛനെ ചതിച്ചു. അതും പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയിട്ട്. ഇല്ല, കള്ളമാണത്. പച്ചക്കള്ളം. ആരാ പറഞ്ഞത് നിന്നോട് ഈ കള്ളമല്ല? ഞാനാ. ഭവാനി, നീ ഇവിടെ? എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച കാണാൻ നിങ്ങളുടെ മരണം തന്നെ. ഓഹോ, അത് ശരി. അപ്പോ എല്ലാം പദ്ധതിയിട്ട് തയ്യാറാക്കിയാണ് വരവ്. വാസുദേവനെ അങ്ങ് അവസാനിപ്പിക്കാൻ. എന്നാ കേട്ടോ, ഇവിടെ വെള്ളത്തിലായാലും അവിടെ കരയിലായാലും വാസുദേവന് നിമിഷങ്ങൾ മതി നിങ്ങൾ ഓരോരുത്തരെയായി അവസാനിപ്പിക്കാൻ. പക്ഷേ നീ എന്റെ മകളുടെ ഭർത്താവായതുകൊണ്ടും ഞാൻ ഒരിക്കലും എന്റെ വിശ്വംഭരനെ ചതിക്കാത്തത് കൊണ്ടും കൊല്ലടാ സാമദ്രോഹിയെ. ദേഹത്ത് മുറിവുണ്ടാക്കരുത്, എങ്കിലേ അപകടത്തിൽ മരിച്ചതാണെന്ന് പറയാൻ പറ്റൂ. പെട്ടെന്നാവട്ടെ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാ ശരി, വന്നതിന് വലിയ ഉപകാരം. ഞാൻ ഇനിയും വരും. കുട്ടിയുടെ ഹസ്ബൻഡ് മേഘനാഥൻ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹത്തിന് അറിയോ? അതല്ലേ പറഞ്ഞത്, അറിയും. ഇവിടെ എത്തും മുമ്പ് ഞാൻ കോട്ടക്കലായിരുന്നു ജോലി ചെയ്തത്. ഒന്നാം തരം നല്ല മനുഷ്യനാണ്. ഇതുപോലൊരു ബന്ധം കിട്ടിയത് കുട്ടിക്ക് അഭിമാനിക്കാം. സന്തോഷം. എന്നാ ശരി, ഞാനങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. ഇപ്പൊ പറഞ്ഞ സന്തോഷമൊക്കെ താമസിയാതെ തീർന്നോളൂ. സ്വന്തം കാര്യം നേടാൻ എന്തും ചെയ്യുന്ന രാക്ഷസനാ മേഘനാഥൻ. പുരാണത്തിലെ മേഘനാഥന്റെ അച്ഛൻ രാവണ രാക്ഷസനാണെങ്കിൽ ഇവിടെ ഇപ്പൊ മേഘനാഥന്റെ അമ്മയാണ് രാക്ഷസ ജന്മം. നിന്റെ അച്ഛനെ കൊന്ന അതേ കൗശലം കൊണ്ട് തന്നെ നിന്നെ ആ രാക്ഷസി തീർക്കുമെന്ന് ഉറപ്പാ. തൃപ്പങ്ങോട്ട് ദേശത്തുടയോന്റെ വീരസിംഹാസനം ഇവിടെ ഇരിക്കേണ്ടത് എന്നെ താലി കെട്ടിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ചതിച്ചു. ചതിക്ക് പകരമുള്ള കൊലച്ചതി നടത്തി ഞാനതിന് പരിഹാരം കണ്ടു കഴിഞ്ഞു. ഇനി ഇതിലിരിക്കാൻ അവകാശി ഞാനാ. തൃപ്പങ്ങോട്ട് വാസുദേവന് ജലശ്മശാനമൊരുക്കിയ ഈ ഭവാനി തന്നെ. ഇരിക്കരുത്. ഇത് തൃപ്പങ്ങോട്ട് ദേശത്തിനുടയോനിരുന്ന ഇരിപ്പിടമാണ്. അവിടെ കോട്ടയ്ക്കൽ നിന്നൊരാൾ ഇരിക്കരുത്. മോളെ, ഞാൻ വെറുതെ. എന്നാൽ ഞാൻ വെറുതെ അല്ല. എന്റെ ഭർത്താവിനോടും അദ്ദേഹത്തിന്റെ അമ്മയോടുമുള്ള ആദരവ് ഒട്ടും കുറയാതെ തന്നെ പറയുക. ഈ വീട് തൃപ്പങ്ങോട്ട് കുടുംബമാണ്. ഇവിടെയുള്ള തൂണിലും തുരുമ്പിലും എന്റെ അച്ഛൻ വാസുദേവന്റെ മണവും ഗുണവും ഉണ്ടായിരിക്കും. അത് അന്യർ തൊട്ട് അശുദ്ധമാക്കരുത്. സമ്മതിക്കില്ല ഞാൻ. ഞാൻ മാത്രമല്ല, ഈ കുട്ടികളും. എപ്പോഴും ആ ഓർമ്മയുണ്ടായാൽ നന്നായിരിക്കും. വരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മനോരേട്ടാ? എന്നാൽ അനാഥരായി പോയില്ലേ? അനാഥര ആര്? ആശ്രമത്തിൽ തറവാട് കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്നാൽ ഒരു വാക്ക് ഈ മനോഹരനോട് പറഞ്ഞു. ഈ മനോഹർ ഇപ്പോ ജീവിച്ചിട്ടുണ്ടല്ലോ. എന്താ ഈ പറയണത്? ഇത് വീട് കയറി താമസമൊന്നും അല്ല, എല്ലാരും വിളിച്ച് പറയാൻ വേണ്ടിട്ട്. എന്നാലും സീതേച്ചിക്ക് ആശ്രമത്തിന് വീട് എഴുതി കൊടുക്കാൻ എങ്ങനെ തോന്നി? മക്കളും മരുമക്കളോടും കേബിൾ ജീവനക്കാരായ എന്നോടും പറയാണ്ട് എങ്ങനെ എഴുതി കൊടുക്കാൻ തോന്നി? ഷാഹിന മുതലാളിക്കങ്ങ് പറയായിരുന്നു എന്നോട്. ഞാൻ എന്ത് പറയാനാ മനോരേട്ടാ? എന്റെ മുതലാളി ഗൾഫിൽ നാട്ടിലേക്ക് വന്നാല് ഏടെ കേറി കിടക്കും. റോഡുമ്മയാ. എന്റെ അമ്പിളിക്ക് അങ്ങനെ റോഡിൽ കിടക്കേണ്ട ആവശ്യമൊന്നും വരൂല മനോഹരേട്ടാ. വരൂല. എന്റെ വീട്ടിലേക്ക് വരാം. രണ്ടാക്കും എന്റെ വീട്ടിലേക്ക് വരാം. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. എനിക്കൊരു വീടുണ്ടല്ലോ. ഞാനും അമ്പിളിക്കും കൂടെ അങ്ങോട്ട് പൊക്കോളൂ.
എന്തിനാ ബാപ്പേനും ഉമ്മേനും ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്ക് എന്തിനു ശല്യാക്കുന്നത്? എന്റെ വീട്ടിലേക്ക് വന്നു, അവിടെ ഒരു കുഞ്ഞില്ല, ആകെയില്ല കുഞ്ഞി ഞാനാണ്. കണ്ട ഷായന, അമ്പലി ഇവിടെ ഉള്ളപ്പോ എപ്പോഴും അവനെ ചീത്തറയിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പം സഹായിക്കാൻ അവനെ ഉണ്ടായുള്ളൂ. അതെ. ആ ഷാനോനളി, വാടകയായിട്ട് ഒരു 10 പൈസ എനിക്ക് വേണ്ട. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നതാണ് മനോഹരൻ. പിന്നെ മാസാമാസം എന്തെങ്കിലും ഒരു പൈസ എനിക്ക് തരണം. അതിന്റെ അഡ്വാൻസ് ഇപ്പം കിട്ടിയ വലിയ ഉപകാരം. വാടക ചിട്ട് എഴുതാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? വെറുതെ നമ്മളേടം ചീത്ത വിളിച്ചോണ്ടിരുന്നത്. അതെ, നീ പോ നോക്ക്. മനോഹര ചെല്ലു ചെല്ല്. ഇതെന്താ കുഴിയൊക്കെ കുത്തിയിട്ട് എല്ലാരും കുഴിക്ക് ചുറ്റും നിൽക്കുന്നത്? പൂച്ചവെള്ളം ചത്ത? പൂച്ചല്ല, തറവാടാത്തെ. തറവാടി എത്തെങ്കിൽ ഇതിലും വലിയൊരു കുഴി വേണ്ട, ഇത് ചെറുതല്ലേ? സുനിത്താത്ത പറഞ്ഞ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടോ? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ അപ്പുണ്ണി, അങ്ങ് വിട്ടുകളാ. താൻ കുഴിച്ച കുയിൽ താൻ തന്നെ വീഴും. അപ്പുണ്ണിട്ടായാലും വീണിട്ട് കയ്യും കാലും പൊടിയും. മനോഹരനോ? എവിടായിരുന്നു? കൊറേ കാലം ആയല്ലോ കണ്ടിട്ട്. തറവാട്ട് ഒരു ദുരന്തം ഉണ്ടാവുമ്പല്ലേ വരാൻ ത്രില്ല് ഉണ്ടാവൂലോ. ഓ, അപ്പൊ തറവാട്ടിലുള്ള എല്ലാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ? ആശ്വസിപ്പിക്കാൻ? അവൻ മുറിവിലെ ഉപ്പ് പുരട്ടാൻ വേണ്ടി വന്നവൻ. അപ്പുണ്ണേട്ടാ, ഈ തറവാട് പോകുന്നതിന്റെ സങ്കടത്തിലാ ഇതെല്ലാം പറയുന്നത് മനസ്സിലായി. അപ്പുണ്ണേട്ടാ, വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്ന സർക്കാരിന്റെ ഒരു പരിപാടി ഉണ്ട്, അതിലൊന്ന് അപേക്ഷ നോക്കിയേ. അതെ, ഈ തറവാട് പോയി നിന്നിയായിട്ട് ഉറപ്പിക്കൊന്നും വേണ്ട. പങ്കിമാവനെ കുഞ്ഞമ്മയായിട്ട് സംസാരിക്കാന്ന് ഏറ്റിട്ടുണ്ട്. അയ്യോ, അപ്പൊ അപ്പുണ്ണി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? കുമാരി ഒന്നും പറഞ്ഞില്ലേ? എന്റെ അപ്പുണ്ണി ആ ചർച്ചയൊക്കെ പരാജയപ്പെട്ടു. ആ, പങ്കമാനെ കുഞ്ഞമ്മ കണ്ടം വഴി ഓടിച്ചു. പരാജയപ്പെട്ടോ? പരാജയപ്പെട്ടു. നീ എന്നോട് പറയാഞ്ഞേ? എന്തിനാ ഇനിയും വിഷമം കയറിയിട്ട് ഈ കുഴി കുത്താനാ? പങ്കന്മാരെ കൊണ്ട് ഒരു കുഴപ്പമില്ല. അതെ, ഞങ്ങളെ കുടുംബകാര്യത്തിൽ നീ വല്ലാണ്ട് ഇടപെടണ്ട മനോഹര. തറവാട് കയ്യിൽ നിന്ന് പോകുമ്പോ അഹങ്കാരത്തിന് ഒരു കുറവില്ല അപ്പുണ്ണേട്ടന്. എന്റെ മനോഹരേട്ട ഒന്നും മിണ്ടാതിരിക്ക്. അപ്പുണ്ണേട്ടൻ തറവാട് പോകുന്നതിന്റെ വിഷമം കൊണ്ട് പറയുന്നതാ. മനോഹരേട്ടൻ ചെല്ലാൻ നോക്ക്, പോയിട്ട് കേബിളിലെ കാശ് പിരിക്ക്. ചെല്ല് ചെല്ല് മനോഹര, ചെല്ല് മനോഹരേട്ടാ. ഇനിയിപ്പോ ഈ തറവാടിനെ രക്ഷിക്കാൻ എന്താടി ഒരു വഴി? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല ചേച്ചി. എന്നാ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നുണ്ട്. പങ്കിയമ്മേനേക്കാൾ ശക്തിയും ബുദ്ധിയും ഉള്ള ഒരാൾ ഈ തറവാട്ടിലുണ്ട്. അയാൾ വിചാരിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ പറ്റും. സാറാമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.